നമസ്കാരം, MCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ കോൺഗ്രസിലെ ടെസി ടൈറ്റസും പുത്തഞ്ചിറയിൽ കോൺഗ്രസ് വിമതൻ MP സോണി LDF പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തി. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഭാഗ്യം തുണച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവത്തിന് കൊടികയറി. വാർത്തകൾ വിശദമായി. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഇരുമുന്നണികളും തുല്യത പാലിച്ചതിനാൽ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ ടെസി ടൈറ്റസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ടെസി ടൈറ്റസിനും എതിർ സ്ഥാനാർത്ഥി ഗീത ഉണ്ണികൃഷ്ണനും 9 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ നാടകീയതക്കൊടുവിൽ LDF പിന്തുണയോടെ കോൺഗ്രസ് വിമതൻ MP സോണിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സോണിക്ക് 7ഉം UDFിലെ VA നദീറിന് 6 വോട്ടുകളാണ് ലഭിച്ചത്. ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് അംഗം സുജിത് ലാൽ, BJP അംഗം IS മനോജ് എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ വർഗീസ് കാച്ചിപ്പിള്ളിയെ തെരഞ്ഞെടുത്തു. വർഗീസ് കാച്ചിപ്പിള്ളിക്ക് 7ഉം LDFിലെ TP രവീന്ദ്രന് 6 വോട്ടുകൾ ലഭിച്ചു. മാള ഗ്രാമപഞ്ചായത്തിൽ LDFിലെ PK സുകുമാരനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. PK സുകുമാരന് 14 വോട്ടും UDFിലെ TK ജിനേഷിന് 4 വോട്ടും ലഭിച്ചു. 2 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ P ശാന്തകുമാരിയെ തെരഞ്ഞെടുത്തു. 7-നെതിരെ 5 വോട്ടുകൾക്കാണ് P ശാന്തകുമാരി LDFിലെ ഉഷ സദാനന്ദനെ പരാജയപ്പെടുത്തിയത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ CPMിലെ TM രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. രാധാകൃഷ്ണന് 9 വോട്ടും UDFിലെ വക്കച്ചന് 5 വോട്ടും ലഭിച്ചു. ഏക BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വെള്ളാങ്കല്ലൂരിൽ LDFിലെ പ്രസന്ന അനിൽകുമാർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFിലെ NA ഷാജിയെ തെരഞ്ഞെടുത്തു. മാള ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്തതിൽ മാള പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ TM ഷാഫിയെ തെരഞ്ഞെടുത്തു. ഷാഫിക്ക് 7 വോട്ടും BJP സ്ഥാനാർത്ഥി ലൈസ പ്രദീപിന് 4 വോട്ടും ലഭിച്ചു. VS സുനിൽകുമാർ, MLA ഉമേഷ് ചള്ളിയിൽ എന്നിവർ ഷാഫിയെ അഭിനന്ദിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ CPMിലെ EK മല്ലികയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മല്ലികക്ക് 12 വോട്ടും എതിർ സ്ഥാനാർത്ഥി BJPയിലെ ഷംജി അനിതക്ക് 7 വോട്ടും ലഭിച്ചു. എറിയാട് പഞ്ചായത്തിൽ CPMിലെ പ്രസാദിനി പ്രസിഡന്റായി. പ്രസാദിനിക്ക് 19 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ഫാത്തിമ നൌഷാദിന് 4 വോട്ടും ലഭിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഭാഗ്യം തുണച്ചു. ഇരുമുന്നണികളും തുല്യത പാലിച്ചതോടെ നറുക്കെടുപ്പിലാണ് കോൺഗ്രസിലെ KK രവി നമ്പൂതിരി വൈസ് പ്രസിഡന്റായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തുല്യ വോട്ടുകൾ നേടിയതിനെ തുടർന്ന് നറുക്കെടുപ്പിലാണ് KK രവി നമ്പൂതിരി ഗ്രാമപഞ്ചായത്ത് അംഗമായത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ND പോൾസനെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന LDFിലെ TA ഷമീറിനെയാണ് പരാജയപ്പെടുത്തിയത്. മാള ഗ്രാമപഞ്ചായത്തിൽ CPIയിലെ ബിന്ദു ബാബു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ബിന്ദു ബാബുവിന് 14 വോട്ടും എതിർ സ്ഥാനാർത്ഥി ജൂലി ബെന്നിക്ക് 4 വോട്ടും ലഭിച്ചു. പൊയ്യ പഞ്ചായത്തിൽ CPIയിലെ മിനി അശോകൻ വൈസ് പ്രസിഡന്റായി. മിനി അശോകന് 9 വോട്ടും എതിർ സ്ഥാനാർത്ഥി ശുഭ സജീവന് 5 വോട്ടും ലഭിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ CPIയിലെ ബീന സുധാകരൻ വൈസ് പ്രസിഡന്റായി. ബീന സുധാകരൻ 8ഉം കോൺഗ്രസിലെ വാസന്തി സുബ്രഹ്മണ്യന് 6 വോട്ടുകളുമാണ് ലഭിച്ചത്. ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് പ്രതിനിധി KV സുജിത് ലാൽ CPI സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുത്തു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റായി. ജയചന്ദ്രന് 7ഉം എതിർ സ്ഥാനാർത്ഥി ഇന്ദിരാ ദിവാകരന് 6 വോട്ടുകൾ ലഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ വർഗീസ് കാച്ചിപ്പിള്ളിക്ക് 7-ൽ ശുക്രനായി. വർഗീസ് കാച്ചിപ്പിള്ളി തുടർച്ചയായി 7ാം തവണയാണ് ജനപ്രതിനിധിയായത്. ഇതിൽ 7ാം തവണ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. 7ാം അംഗത്തിൽ ജയിച്ചപ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനമെന്ന ശുക്രൻ വർഗീസ് കാച്ചിപ്പിള്ളിക്ക് ലഭിച്ചത്. തുടർച്ചയായി 37ാം വർഷമാണ് 73ാം വയസ്സിൽ ജനപ്രതിനിധിയാകുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അംഗമായിരുന്നെങ്കിലും പ്രസിഡന്റ് പദവി ലഭിക്കുന്നത് ആദ്യമായാണ്. വാർഡ് മാറി മത്സരിച്ചിട്ട് പോലും വർഗീസ് കാച്ചിപ്പിള്ളിയെ പരാജയപ്പെടുത്താൻ LDFിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ മാള ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷവും വർഗീസ് കാച്ചിപ്പിള്ളിക്കായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി വനിതാ ജനപ്രതിനിധിയായ P ശാന്തകുമാരി കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. തുടർച്ചയായി 5ാം തവണയാണ് ശാന്തകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നത്. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി പട്ടംതിരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടികയറ്റം നിർവഹിച്ചു. 21-ന് ആനച്ചമയ പ്രദർശനം നടക്കും. ഈ മാസം 22-നാണ് പ്രസിദ്ധമായ ഏകാദശി ആഘോഷം നടക്കുന്നത്. ഏകാദശിക്ക് രാവിലെ നടക്കുന്ന ശീവേലിക്കും വൈകിട്ടുള്ള കാഴ്ച ശീവേലിക്കും 15 ആനകളെ അണിനിരത്തും. കാഴ്ച ശീവേലിയുടെ ഭാഗമായി വർണ്ണശബളമായ കുടമാറ്റം നടക്കും. 25-ന് ആറാട്ടോടെ ഏകാദശി ഉത്സവം സമാപിക്കും. ഏകാദശി വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകലകളുടെ അവതരണങ്ങളും അന്നദാനവും ഉണ്ടായിരിക്കും.
ലഗാഡോ 2015 മാനേജ്മെന്റ് ഫെസ്റ്റ് മാള ഹോളി ഗ്രേസ് അക്കാദമി മാനേജ്മെന്റ് സ്റ്റഡീസിൽ സമാപിച്ചു. ദേശീയ തലത്തിലുള്ള ഫെസ്റ്റിൽ 100ഓളം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പുത്തൻചിറയിൽ വോട്ടെണ്ണൽ മുതൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ നാടകത്തിന് വിരാമമിട്ട് LDF പിന്തുണയോടെ കോൺഗ്രസ് വിമതൻ MP സോണി പ്രസിഡന്റ് സ്ഥാനത്തെത്തി. പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ച പരാജയത്തിലാണ് കലാശിച്ചത്. പ്രസിഡന്റ് സ്ഥാനം നൽകിയതിനു ശേഷം മാത്രം ചർച്ച നടത്താമെന്ന നിലപാടിലായിരുന്നു MP സോണി. പ്രസിഡന്റ് സ്ഥാനം നൽകിയുള്ള ഒത്തുതീർപ്പ് കോൺഗ്രസ് നേതൃത്വം തള്ളിയതോടെയാണ് LDFുമായി ധാരണയായത്. കോൺഗ്രസ് നേതൃത്വം സീറ്റ് നൽകാതിരുന്നതിനെ തുടർന്നാണ് സോണി വിമതനായി മത്സരിച്ചത്. വിമതരെ പിന്തുണച്ച് ഭരണത്തിലെത്തേണ്ടെന്ന KPCC നിലപാട് പുത്തൻചിറയിൽ തിരിച്ചടിയായി. CPMൽ നിന്ന് പുറത്തുവന്ന ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് രൂപീകരിച്ച് മത്സരിച്ച് വിജയിച്ച KV സുജിത്ലാൽ, BJP അംഗം മനോജ് എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുത്തൻചിറയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. അന്നമനടയിൽ ഭാഗ്യം നിരന്തരമായി കോൺഗ്രസിന് തുണയാകുന്നു. തെരഞ്ഞെടുപ്പിൽ തുല്യവോട്ട് നേടിയതിനെ തുടർന്നാണ് കോൺഗ്രസിലെ KK രവി നമ്പൂതിരി പഞ്ചായത്ത് അംഗമായത്. KK രവി നമ്പൂതിരി അംഗമായതോടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇരുമുന്നണികളും തുല്യത പാലിച്ചു. തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടൊന്നും പാഴാകാതെ തുല്യത പാലിച്ചു. പിന്നീട് നറുക്കെടുപ്പിലാണ് കോൺഗ്രസ് അംഗമായ ടെസി ടൈറ്റസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ് ടെസി ടൈറ്റസ്. നറുക്ക് വീണതോടെ ആനന്ദക്കണ്ണീരോടെയാണ് ടെസി ടൈറ്റസ് ഫലം ഉൾക്കൊണ്ടത്. തുടർന്ന് അധികാരം ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ടെസി ടൈറ്റസിനെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അഭിനന്ദിച്ചു. ഇനി ദേശവിളക്ക് വിശേഷങ്ങൾ. മാള പള്ളിപ്പുറം ദേശവിളക്ക് ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ താലമെഴുന്നള്ളിപ്പ് നടന്നു. വടമ പാണ്ടിപ്പാടം അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് 24-ന് ആഘോഷിക്കും. അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ദേശവിളക്ക് 21-ന് ആഘോഷിക്കും. വിജ്ഞാനദായിനി സഭ ചെക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് 21-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ തിട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് 25-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ മുടിക്കന്നൂർ നരസിംഹ ക്ഷേത്രത്തിലെ ദേശവിളക്ക് 28-ന് ആഘോഷിക്കും. അഷ്ടമിച്ചിറ കനാൽ പാലം ദേശവിളക്ക് 20-ന് ആഘോഷിക്കും. വിപണി ലോകോത്തര ബ്രാൻഡായ ബർജർ പെയിന്റ്സിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം നാലുമാക്കൽ പെയിന്റ്സ് വെള്ളാങ്കല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളാങ്കല്ലൂർ വർക്ക്ഷോപ്പിന് സമീപത്തെ RH സ്ക്വയർ കെട്ടിടത്തിലാണ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജർ NI ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൂര്യപ്രശാന്ത് ദീപം തെളിയിച്ചു. വാർഡ് മെമ്പർ രേണുക സുഭാഷ്, സിജു ഈപ്പൻ, NR വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ബർജർ പെയിന്റ് സെയിൽസ് മാനേജർ SR ഗിരീഷ് ആദ്യ വിൽപ്പന നടത്തി. ലാലു നെടുമ്പറമ്പിൽ ഏറ്റുവാങ്ങി. നാലുമാക്കൽ പെയിന്റ്സ് ഉടമകളായ ജീവൻ നാലുമാക്കൽ, രമേശ് എന്നിവർ പങ്കെടുത്തു. ഇഷ്ടവർണ്ണങ്ങൾ സൗജന്യമായി കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിലൂടെ ഉപഭോക്താക്കളുടെ അടുത്തെത്തുന്നു. സ്വർണ്ണ നിരക്ക്
സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2395 രൂപയായി. പവന് 19,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ കോൺഗ്രസിലെ ടെസി ടൈറ്റസും പുത്തഞ്ചിറയിൽ കോൺഗ്രസ് വിമതൻ MP സോണി LDF പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തി. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഭാഗ്യം തുണച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി ഉത്സവത്തിന് കൊടികയറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.